അധ്യക്ഷൻ MDFയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ കരിമ്പിൽ, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ശ്രീ അഹദ് മോഹൻ, MDFയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ കരുളായി തുടങ്ങിയ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഉന്നതമായിട്ടുള്ള അതുപോലെ തന്നെ ഓരോ അടങ്ങുന്ന ഉപയോഗിച്ച് മുഴുവൻ കർഷക സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വിശദീകരണം നടത്തുന്നതിന് മലബാർ ഡയറി ഫോറം അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രകാരമാണ് മലബാർ മേഖലയിലെ മുഴുവൻ ജില്ലാ പ്ലാന്റിലേക്കും ഇന്ന് ഇതേ സമയത്ത് നിറഞ്ഞു നടന്നുകൊണ്ടിരിക്കുക. ഇതിന് വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ കീടകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരം ധർണസമരങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇതൊരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ അങ്ങനെ ഇത് പറഞ്ഞത്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഇന്ന് വയനാട്ടിലും അതുപോലെ കോഴിക്കോടും പാലക്കാടും കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി ഈ മലപ്പുറം ജില്ലയിൽ വരെ എല്ലാ മിൽമ ടി&ടി ഓഫീസുകളിലേക്ക് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക എന്നാണ്. എന്താണ് ഞങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് 3 വർഷമായിട്ട് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ കണക്ക് മാത്രം ഞാൻ പറയാം. നമ്മളിന്ന് മിൽമ വിൽക്കുന്ന പാലിന് 56 രൂപ തൊട്ട് 60 രൂപ വില ലഭിക്കുന്നു. ക്ഷീരകർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഒരു കളങ്കമില്ലാത്ത മായമില്ലാതെ അവൻ പശുവിൻ്റെ അടിയിൽ നിന്ന് കറന്നു കൊണ്ടുവന്ന് അക്കത്തിൽ കൊടുത്താൽ കിട്ടുന്ന വില, അത് അവർ വിൽക്കുന്ന പാലിൻ്റെ ഫാറ്റ് SNF ഒന്നാണ്. അത് 3.5, 8.5, 3.5 ഫാറ്റും 8.5 SNF. അതേപോലെ ഞങ്ങൾ ക്ഷീരകർഷകരെ കൊണ്ട് അളക്കുന്ന പാലിനും ഇതേ SNF റേറ്റിൽ വില കിട്ടുന്നത് 42 രൂപ 55 പൈസ, 10-11 രൂപയോളം വ്യത്യാസം. ഇതെവിടെയാണ് നമുക്കുള്ള ആ വൈരുദ്ധ്യം? ഇതൊന്ന് മനസ്സിലാക്കി തരണം. മാത്രമല്ല, എപ്പോഴെങ്കിലും ഞങ്ങൾ കുറച്ച് ഇൻസെൻറ്റീവ് തന്നിട്ട് ഇതങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നീ കരുതേണ്ട. കാരണം ഈ മേഖലയിലെ ഏറ്റവും നല്ല വസ്തു നമുക്കറിയാം, കൊച്ചു കുട്ടികളടക്കമുള്ള വൃദ്ധരും രോഗികളും കഴിക്കുന്ന പാല് ഈ കേരളത്തിൻ്റെ ഉൽപ്പാദനം, ഇത് കേരളത്തിലെ ക്ഷീരകർഷകരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയൊരു സ്ഥാപനമാണ് മിൽമ. 94 ഇത് ഈ മിൽമ തുടങ്ങിയ സമയത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ പാലിൻ്റെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു വരിക. ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും മധ്യസ്ഥ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു, കന്നുകാലി സമ്പത്ത് വളരെയധികം കുറഞ്ഞുപോയി. കാരണം എന്താണ്? ഈ മേഖലയിൽ കർഷകർ കൊഴിഞ്ഞു പോകുന്നു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താണ് കൊഴിഞ്ഞു പോകാൻ കാരണം? ഇവിടെ ഈ മേഖല നിന്നുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഭവിഷ്യത്തുകൾ എന്താവും? നമുക്കൊരു നല്ലൊരു ഉൽപ്പാദനം, നല്ലൊരു പാല് കഴിക്കാൻ പറ്റുമോ? പുറമേ നിന്ന് വരുന്ന പാലിൻ്റെ സ്ഥിതികൾ എന്താണെന്നൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ തന്നെ 2018 ഒരു വിവരാവകാശ നിയമപ്രകാരം ഞങ്ങളൊരു പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ 3-4 സാമ്പിളുകൾ പിന്നെ അതിൽ പാലിൽ അടങ്ങിയിട്ടുള്ള മാരകമായ വിഷവസ്തുക്കളാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഇത് കണ്ട് ഞങ്ങൾ പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മാൾട്ടോഡെക്സിനടക്കമുള്ള ഫോർമാലിനടക്കമുള്ള പാലിൽ മായം കലർത്തി പുറമെ നിന്ന് വന്ന ആ പാല് പിന്നെ വേറെ പേരിലാണ് ഇറങ്ങുന്നത്. ഇതൊക്കെ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ ക്ഷീരകർഷകർ നിലനിൽക്കണം. ഒന്നും വേണ്ട, താമസിയാതെ തന്നെ ഇപ്പം മിൽമ പറയുന്നു 38 രൂപയ്ക്ക് ഞങ്ങൾക്ക് അന്യ സംസ്ഥാനത്ത് നിന്നും പാല് ലഭിക്കുന്നു, ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇവിടുള്ള സംഘങ്ങളും സംഘത്തിൻ്റെ ജീവനക്കാരും പട്ടിണിയാകാൻ പോവുകയാണ്. താമസിയാതെ നോക്കിക്കോളുകൾ. ഓരോ 257 അഫിലിയേറ്റഡ് സംഘങ്ങളുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ മാത്രം. ഇതിന് ഈ സംഘങ്ങളെങ്ങാനും നിർത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെ ജീവനക്കാരായിട്ടുള്ള ഒരുപാട് പേര് അവരുടെ വയറ്റിപ്പഴപ്പിൻ്റെ കാര്യമാണത്. ഇത് നിർത്തേണ്ടി വരും. മിൽമ മാത്രം നിലനിന്നാൽ മതിയോ? ഈ കർഷകർ നിലനിൽക്കണ്ടേ? ഞങ്ങൾക്കെല്ലാം ഇത് വിൽക്കാനും അതുപോലെ തന്നെ നാട്ടിലൂടെ കൊണ്ടുവന്ന് നടക്കാനും കൊടുക്കാനും അറിയാഞ്ഞിട്ടല്ല. ഇവിടെ ഒരു സഹകരണ മേഖലാ പ്രസ്ഥാനം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ മേഖലയെ തകർക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങളെ ഓർത്തോളണം, ഞങ്ങൾ ഈ മേഖലയെ നിങ്ങളെ തിരുത്താൻ വേണ്ടി വന്നതാണ്. ഈ പാലിൻ്റെ വില വരുന്നത് താമസിയാതെ ഇന്നത്തെ ഈ സമരം ഒരു സൂചന മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനി ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരകർഷകരെ സംബന്ധിച്ചറിയാം, ഒരുപാട് പ്രശ്നങ്ങൾ ചെന്നിട്ട് കറക്കാനുണ്ട്, പല പണികളുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എൻ്റെ സംസാരിക്കുന്ന അധ്യക്ഷന് കൈമാറും.